ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ ഇനി മധുഷിയെ കൊല്ലാൻ ശ്രമിക്കാൻ കേട്ടോ. കാരണം ശ്യാമ മധുഷി ആരാണെന്നും മധുഷി എന്തിനാണ് അവിടെ വന്നിരിക്കുന്നതെന്നും കാർത്തികയെ വിളിപ്പിച്ചത് മധുശ്രീയാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഫംഗ്ഷനൊക്കെ കഴിയാണ്. വേണ്ടതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സത്യാമ്മയും ഈ പറയുന്ന ശാലിനിയും വിഷ്ണുവിനും കൺകുളിർക്കെ കാണുന്ന വിധത്തിൽ സത്യയെ നല്ലപോലെ സത്യാമ്മ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് സത്യാമ്മ പറയുന്നുണ്ട്, ഇവിടെ ഒരു പരിപാടിയും കൂടി നടക്കാൻ പോകുന്നുണ്ട്. എൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റ്, അതായത് അവൻ്റെ രജിസ്റ്റർ മാരേജ് നടത്തുകയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് നടത്തുന്ന ആ ഒരു ഇത് കേൾക്കുമ്പോൾ മധുഷിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം കേക്കിൽ വിഷം വെക്കാമെന്ന് കരുതിയതാണ്, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ കേട്ടോ. അങ്ങനെ മധുഷി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, അതായത് ഈ ജിതിൻ എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകാരനില്ലേ, അയാളെ വിളിക്കണം കേട്ടോ. അപ്പോൾ മധുഷി ഫോൺ എടുക്കാണ്. എന്തായി, നീ വിചാരിച്ചതുപോലെയൊക്കെ നടന്നോ? ഞാൻ അവളോട് എല്ലാം തുറന്നു പറഞ്ഞു, നീ വിചാരിച്ചതുപോലെയൊക്കെ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ മധുഷി പറയാണ്, അവൾ കാണും പോലെയല്ല കാർത്തിക, അവൾ പഠിച്ച കളിയാണ്. ഞാൻ സംസാരിച്ച അതേ രീതിയിൽ തന്നെ നീയും സംസാരിച്ചു. എന്നാൽ എനിക്ക് ഈ കുടിയുള്ളത് കൊണ്ട് തന്നെ ആര് എന്ത് എപ്പോൾ പറഞ്ഞു, എങ്ങനെ ഞാൻ എന്താണ് ആരോട് പറഞ്ഞു എന്നൊന്നും എനിക്ക് ചില നേരത്ത് ഓർമ്മകളിൽ നിൽക്കുന്നില്ല. പക്ഷേ ഈശ്വരാധീനം, അവൻ ആ സമയം ഇവിടെ വന്നിറങ്ങി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് അവിടുന്ന് തിരിച്ചുള്ള മറുപടി നമുക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെ മധുഷി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയമാണ് ഈ ശ്യാമ ആ വഴി പോകുന്നത്. അങ്ങനെ ശ്യാമ മധുഷിയുടെ വാക്കുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ മധുഷി പറയാണ്, ഞാൻ ഷാനിയെ കൊല്ലാന്നാണ് വിചാരിച്ചത്. എൻ്റെ കളക്ടർ പദവിയും എന്നെ ഇന്ന് ഈ കുടിയിലോട്ടാക്കിയൊക്കെ അവളാണ്. അതുകൊണ്ട് അവളെ കൊല്ലാം എന്ന് കരുതിയിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ എനിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യാനും ഞാൻ കൊന്നില്ല. അപ്പോഴേക്കാണ് സത്യമ്മ വലിയൊരു കാര്യം എന്നോട് പറഞ്ഞത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ കാർത്തികയെ കൊണ്ട് അവളെ വിഷം കഴിപ്പിച്ച് കൊല്ലാന്നൊക്കെ കരുതിയിരുന്നതാണ്. അപ്പോഴാണ് സത്യാമ്മ അവരുടെ രജിസ്റ്റർ മാരേജ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഇനി എന്തായാലും പിന്നെ ഒരു ദിവസം അവളെ കൊല്ലാം. ഇപ്പോൾ കൊല്ലാക്കൊല ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാനസിക പീഡനം അവൾ അനുഭവിക്കട്ടെ, ഇതിലും വലുത് അവൾക്ക് കിട്ടാനില്ല എന്നൊക്കെ പറയുന്നത് ശ്യാമ കേൾക്കുമ്പോൾ ശ്യാമ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാമ പിന്നെ ഒന്നും നോക്കില്ല. ശ്യാമ ഒരു ഭദ്രകാളിയെ പോലെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളാണ് കേട്ടോ. സത്യാമ്മയുടെ വീടാണെന്നോ സത്യാമ്മ കേൾക്കുന്നുണ്ടെന്നോ ഒന്നും ശ്യാമ നോക്കില്ല. എടി, നീ എന്താടി പറഞ്ഞത്? എൻ്റെ കുഞ്ഞേച്ചിയെ നീ ഇഞ്ചിഞ്ചായി കൊല്ലുന്നോ? എൻ്റെ കുഞ്ഞേച്ചിക്ക് നീ മാനസിക പീഡനം കൊടുക്കുന്നുവെന്നോ? കാർത്തികയെ കൊണ്ട് നീ എൻ്റെ കുഞ്ഞേച്ചിയെ കൊല്ലാൻ വിഷം വെച്ചു എന്നോ? എന്തൊക്കെയാടി നീ പറഞ്ഞത്? എന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നീ വന്നത് മുതൽ പലതരത്തിൽ എനിക്ക് സംശയം തോന്നിയിരുന്നു. എന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മധുഷിയുടെ കഴുത്തിന് പിടിക്കുമ്പോൾ മധുഷി ശ്യാമയെ വിട് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണ് സത്യ വരുന്നത്. ശാലിനിയാണെങ്കിലോ വണ്ടിയുടെ പുറത്ത് വന്ന് നിൽക്കുകയാണ്. സത്യാമ്മ ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ശാലിനിയുടെ മനം ചത്തിരിക്കുന്നു. അങ്ങനെ ശാലിനി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് സത്യ വന്നിട്ട്, അമ്മയെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പോവല്ലേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് ശ്യാമയുടേതായിരിക്കും. ശ്യാമ മധുഷിയുടെ കഴുത്തിന് ഇങ്ങനെ ആ വീടിൻ്റെ ബാക്ക് സൈഡിലുണ്ടല്ലോ ഒരു കോണി, ആ ഭാഗത്ത് വെച്ച് ഇങ്ങനെ പിടിക്കുന്നത് ഇങ്ങനെ കാണാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയം എന്തിനാണ് ഇപ്പോൾ ശ്യാമ മധുഷിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഈശ്വര, അവളൊരു ലഹരിക്ക് അടിമ ആണല്ലോ. ഏത് സമയത്ത് അവൾ വയലൻ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ ശാലിനി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ശാലിനി ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണാം മധുഷി ശ്യാമയുടെ കൈക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം സത്യ പറയണേ, അമ്മേ ഇനി പോവാൻ നമുക്ക് എന്ന് പറയുമ്പോൾ തൻ്റെ ഡ്രൈവറോട് പറയാണ്, അതെ നിങ്ങൾ വണ്ടി എടുത്തോളൂ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ സത്യ ചോദിക്കുക, അമ്മ വരുന്നില്ലേ? ഇപ്പോൾ ഞാൻ വരുന്നില്ല, മോള് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സത്യയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ശാലിനിക്ക് മുന്നിൽ വെച്ചിട്ട് ശ്യാമയും മധുശ്രീയും കൂടി ഇങ്ങനെ ഓടിപ്പോകുന്നത് ശാലിനി നേരിൽ കാണണം. അപ്പോൾ ശ്യാമ എന്തിനാണ് ഇവളോട് ഇങ്ങനെ ചൂടാവുന്നത്? ഇവർ തമ്മിൽ എന്താ പ്രശ്നം? എന്തായാലും അറിഞ്ഞേ പറ്റുള്ളൂ. ശ്യാമയെ എന്ന് പറഞ്ഞ് പിറകിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമക്കതൊന്നും വിളി കേൾക്കുന്നില്ല. മധുശ്രീയാണെങ്കിലോ ജീവനും കിട്ടി ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ശ്യാമയുടെ പ്രകടനം കേട്ടോ. അങ്ങനെ ശ്യാമ വഴിയിലൂടെ പോകുമ്പോൾ ഒരു ഇഷ്ടിക കിട്ടുന്നുണ്ട്. ആ ഇഷ്ടിക കൊണ്ട് എറിഞ്ഞു നോക്കും, പക്ഷേ തട്ടില്ല. അങ്ങനെ നിൽക്കടി അവിടെ, നിന്നെ ഞാൻ കൊല്ലൂടി, നീ എൻ്റെ കുഞ്ഞച്ചിയെ തകർക്കൂലേ, നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മരണം കാണണല്ലേ, കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ മധുശ്രീയുടെ പിറകെ ഇങ്ങനെ ഓടുകയാണ്. എന്നാൽ ശാലിനി ശ്യാമയെ എന്ന് പറഞ്ഞ് പിറകിലും വിളിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. അങ്ങനെ പിന്നീട് മധുശ്രീ ചെന്നെത്തുന്നത് ഒരു ശിവലിംഗത്തിൻ്റെ മുന്നിലായിരിക്കും. അവിടെ ഇങ്ങനെ മധുശ്രീ അങ്ങ് കമഴ്ന്നടിച്ച് വീഴുകയാണ് കേട്ടോ. ഇതേ സമയം നിറച്ച് ശൂലങ്ങൾ ഇങ്ങനെ തറച്ച് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ
ശ്യാമ ആ വീണ് കിടക്കുന്നിടത്ത് പെട്ടെന്ന് അതിൽ നിന്നൊരു കുന്തെടുത്തിട്ട് ഇവളുടെ ഈ മധുഷിയുടെ കഴുത്തിനെ അങ്ങ് കുത്താൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മധുഷി പെട്ടെന്ന് അങ്ങ് തെന്നി മാറാണ്. എന്തിനാ ശ്യാമ നീ എന്നെ കൊല്ലുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണടി? നീ എൻ്റെ കുടുംബത്ത് കയറി എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെ എൻ്റെ കുഞ്ഞച്ചിയെ കേക്കിൽ വിഷം വെച്ച് കൊല്ലാൻ ശ്രമിച്ചൂലേ? നിനക്ക് മരിക്കാടി, അതാണ് നല്ലത്. നിന്നെപ്പോലെയുള്ളവളൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയാൽ യാതൊരു കുഴപ്പവുമില്ല, അത് നല്ലതാണ്. നീ ഒരു തെറ്റും ചെയ്യാത്ത ആരാണ് ആ ഗുളിക കഴിക്കാമെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ഇങ്ങനെ കുത്താൻ ശ്രമിച്ചും കൊണ്ടിരിക്കേണ്ട. അപ്പോൾ മധുഷി ശരിക്കും മരണം മുന്നിൽ കാണാണ്. ഇതെന്താ ഇവൾക്ക് വല്ല ഭ്രാന്തിളകിയോ? ഇവള് ആന മതിലിളകുന്നത് പോലെയാണല്ലോ ഇവൾ കിടന്ന് ഇളകുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ശ്യാം ഒന്നും നോക്കില്ല, വീണ്ടും ആ ഒരു ഇതെടുത്തിട്ട് കഴുത്തിന് ഒരൊറ്റ കുത്താൻ നോക്കുന്ന സമയത്ത് ആ വടിയിൽ ആരോ വന്ന് പിടിക്കുന്നു കേട്ടോ. അങ്ങനെ ശ്യാമ നോക്കുകയാണ്. അപ്പോഴേക്കും മധുഷി കണ്ണടച്ചിട്ടുണ്ട്. തൻ്റെ ജീവൻ കഴിഞ്ഞു, താൻ മരണത്തിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന മധുഷി കണ്ണടച്ച് നിൽക്കുമ്പോൾ കുത്തുന്നില്ല, ദേഹത്ത് തട്ടുന്നില്ല. അങ്ങനെ മധുഷി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ ശാലിനി ആയിരിക്കൂട്ടോ. അങ്ങനെ ശാലിനി ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇവളെ കുത്തുന്നത്? ഇവളും ഞാനുമായി വൈരാഗ്യമുണ്ട്, പക്ഷെ നീയും ഇവളുമായി എന്താ ബന്ധം? കുഞ്ഞച്ചിക്ക് അത് അറിയണോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞച്ചി ഒന്ന് മാറി നിൽക്ക്, ഇവളെ ആദ്യം തീർക്കട്ടെ, എന്നിട്ട് മതി കുഞ്ഞേച്ചി കാര്യങ്ങൾ അറിയില്ലേ. എടി നിന്നോടാ ഞാൻ പറഞ്ഞത്, നീ പറ എന്ന് പറയണേ. എൻ്റെ കുഞ്ഞേച്ചി ഇന്ന് നമ്മുടെ പപ്പിയുടെയും സത്യമോളുടെയും ബർത്ത്ഡേ അന്ന് ഇവൾ നമ്മളെ വീട്ടിലൊരു മരണം കാണാമെന്നൊക്കെ പറഞ്ഞത്, അത് കുഞ്ഞേച്ചിയെ കൊല്ലാനായിരുന്നു ഇവളുടെ ഏറെ പ്ലാന്. എന്നാൽ ഞാനത് കേട്ടു, കാർത്തികയെ വെച്ച് ചെയ്യാനായിരുന്നു ഇവളുടെ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ആ ശൂലം വാങ്ങിയിട്ട് ഒരൊറ്റ കുത്താൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മധുഷി കിടന്ന് ഉരുളാണ്. അപ്പോൾ ഇതേ സമയം പെട്ടെന്ന് തനിക്കൊരു ദർശനം കിട്ടിയതുപോലെ ശാലിനിക്ക് തോന്നുകയാണ്, ശരിയാണല്ലോ, കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ വിഷ്ണുവേട്ടൻ്റെ രജിസ്റ്റർ മാരേജാണ്, അത് നടക്കാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ കാർത്തിക എന്ന പെണ്ണിൻ്റെ മുഖമൂടി വലിച്ചൂരുക, അതുപോലെ തന്നെ മധുഷി ആരാണെന്ന് സത്യാമ്മക്ക് മുന്നിൽ തെളിയിച്ചു കൊടുക്കുക, അതാണ് താൻ ആദ്യം ചെയ്യേണ്ടത് എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. അപ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, കുഞ്ഞേച്ചി എന്താ ഇവളെ പോലെയുള്ളവളെ കൊല്ലാത്ത? ഇവളെ കൊല്ല് കുഞ്ഞേച്ചി, അല്ലെങ്കിൽ ഞാൻ കൊല്ലാം, കുഞ്ഞേച്ചിക്ക് വേണ്ടി അതെങ്കിലും ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ആ വടി മേടിക്കുമ്പോൾ ശാലിനി പറയണേ, ഇപ്പോൾ ഇവളെ കൊണ്ടുപോകേണ്ടത് സത്യഭാമക്ക് മുന്നിലാണ്, അവിടെ ചെന്ന് നമുക്ക് ബാക്കി ചെയ്യാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വലിച്ചഴിച്ച് മധുഷിയെ സത്യാമ്മക്ക് മുന്നിൽ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ സത്യാമ്മയുടെ മുന്നിൽ കൊണ്ടുപോകരുത് പ്ലീസ്, ദയവ് ചെയ്ത് ശാലിനി, നിൻ്റെ വഴിയിൽ പോലും ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഇനി ഒന്നും ചെയ്തില്ല, നിങ്ങൾക്ക് ആർക്കും ഒരു അപകടവും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെന്നെ വെറുതെ വിട്, സത്യാമ്മക്ക് മുന്നിൽ കൊണ്ടുപോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എടി സത്യാമ്മക്ക് മുന്നിൽ നിന്നെ കൊണ്ടുപോവുക തന്നെ വേണം, എങ്കിലാണ് നീ ഈ സത്യാമ്മയുടെ കയ്യിലൊരു ഗണ്ണുണ്ടല്ലോ അതിൻ്റെ ചൂട് നീ അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ആകെ പേടിച്ച് വിറച്ച് ഇങ്ങനെ മധുഷി നിൽക്കുകയാണ്. അങ്ങനെ മധുഷിയുടെ കഴുത്തിന് പിടിച്ച് വലിച്ച് ശ്യാമയും ശാലിനിയും കൂടി സത്യഭാമയുടെ കാൽക്കൽ കൊണ്ടിടുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.